الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. صدق الله المولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെ കാണിച്ചു തന്നിട്ടുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു കോവർ കഴുതയുടെ പുറത്ത് ഇങ്ങനെ മക്കയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് നല്ലൊരു തലപ്പാവുണ്ട്. സ്വാഭാവികമായും യാത്രയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തലപ്പാവ്. അദ്ദേഹത്തിന് ശ്രേഷ്ഠമായ വിശിഷ്ടമായ ഒരു തലപ്പാവായിരുന്നു അത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അജമിയായ ഒരാളെ കണ്ടുമുട്ടുകയാണ്. ഒരു അനറബിയായ ഒരാളെ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടിയ ഉടനെ അദ്ദേഹം കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി അത് ആ അനറബിയായ ആളുകൾ കൊടുത്തു. സ്വന്തം തലയിലുണ്ടായിരുന്ന ആ തലപ്പാവെടുത്ത് അദ്ദേഹത്തിന് ധരിപ്പിച്ചു. എന്നിട്ട് മക്കയിലേക്ക് നടന്നു പോയി. കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചോദിച്ചു, അല്ല അബ്ദുല്ലാ, ഒരു പരിചയവുമില്ലാത്തൊരു മനുഷ്യന് എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ തലപ്പാവും ഈ കോവർ കഴുതയും ഒക്കെ നൽകിയത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അത് എൻ്റെ പിതാവിന്റെ സുഹൃത്തിന്റെ മകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ കൽപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല ഒരു കർമ്മം എന്ന് പറയുന്നത് അബറുൽ ബിർരി അൻ യസില റജുലു വുദ്ദ അബീഹി. ഒരു മനുഷ്യൻ അവന്റെ പിതാവിനോട് കാണിക്കുന്ന ഏറ്റവും നല്ല ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുന്നത് അവന്റെ പിതാവിന്റെ സുഹൃത്തിനെ, അവന്റെ പിതാവിന്റെ ബന്ധങ്ങളെ ആദരിക്കുക എന്നുള്ളതാണ്. ആ ആദരവിന്റെ ഭാഗമായിട്ടാണ്, എൻ്റെ പിതാവിനോട് എനിക്കുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് ഞാനിത് ആ അനറബിയായ ഒരാൾക്ക് കൊടുത്തത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.
അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിന്റെ അത്രത്തോളം മറ്റൊരു മകനും പിതാവിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് ചുറ്റും ഒരു പാടുണ്ടാകുമായിരുന്നു നിരന്തരമായി. ഈ പാടുണ്ടാകുന്നതിന്റെ കാരണം അദ്ദേഹം രാത്രി നിന്ന് നമസ്കരിക്കുകയും അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരുന്നു. ഇതേപോലെയുള്ള ഒരു ശരീരപ്രകൃതി ആയിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി, യതീമായിട്ടുള്ള ഒരാള് എൻ്റെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കാതെ ഞാൻ ഒരു ഭക്ഷണവും കഴിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. എന്താണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത്തരം നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമയായി മാറാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടായിരിക്കും അത്തരമൊരു മനുഷ്യത്വം, അത്തരമൊരു ബിഹേവിയർ ഈ ഒരു ആളിലേക്ക്, ഈ ഒരു സഹാബത്തിലേക്ക് വന്നെത്തിയത് എവിടെ നിന്നാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ആലോചനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്നുള്ള പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു സ്വഭാവചര്യയാണ് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്വഭാവചര്യകൾ ഇത് മുഴുവനായിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഭൂരിപക്ഷവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവചര്യകളിൽ നിന്നും, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നും, അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ശക്തിയിൽ നിന്നും, അദ്ദേഹത്തിന്റെ ചര്യകളിൽ നിന്നും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്ത ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ ജീവിതചര്യ എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, സഹാബത്ത് എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് ഷഹീദായ അവസരത്തിൽ അടുത്ത ഖലീഫ ആരായിരിക്കണം എന്നുള്ള ചോദ്യം വന്നപ്പോ എല്ലാവരും ഒറ്റ സ്വരത്തിൽ മറുപടി പറഞ്ഞത് അത് അബ്ദുല്ലാഹിബ്നു ഉമർ ആയിരിക്കണം. കാരണം ഉമറിനെ പകരം വെക്കാൻ അബ്ദുല്ലാഹിബ്നു ഉമറിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു മകനെ വളർത്തിയെടുക്കുകയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ ചര്യയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നത് ഏത് തരത്തിലായിരിക്കണം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് നമ്മെ നയിക്കുന്നത് ഇത്തരം സംഭവങ്ങളാണ്, ഇത്തരം ചരിത്രങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് തന്റെ മകനെ തന്റെ ചര്യയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ എല്ലാ ദിവസവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിഞ്ഞതിന് ശേഷവും ചെന്ന് നോക്കുമായിരുന്നു. നോക്കിയിട്ട് ഇങ്ങനെ അന്വേഷിക്കും, എന്താണ്, സുഖം തന്നെയാണോ, വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അത് തീരുമാനിച്ചത് പരിഹാരം കണ്ടെത്തി അതിനെ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒരു രാജ്ഞിയെ പോലെ കൊണ്ടു നടക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു സദസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണെങ്കിൽ ആ സദസ്സിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണെങ്കിൽ റസൂൽ സ്വന്തം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഇരുത്തുമായിരുന്നു. അത്രത്തോളം ആദരവോടുകൂടി, അത്രത്തോളം സ്നേഹത്തോടു കൂടി, അത്രത്തോളം ആക്സെപ്റ്റൻസ് കൊടുത്തുകൊണ്ടാണ്
ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത്. ഇങ്ങനെ ഓരോ ചരിത്ര സംഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഒരു പിതാവ് എന്നുള്ള നിലക്ക്, എന്താണ് ഒരു മാതാവ് എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകരും സഹാബത്തും ഈ ഖൗമിന് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകളാണല്ലോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ, അല്ലേ? കൺകുളിർമയുള്ള, കണ്ണിന് കുളിർമയേകുന്ന, സന്തോഷം നൽകുന്ന, മനസ്സിന് ആശ്വാസം നൽകുന്ന, നമുക്ക് ഭയങ്കര പ്രൗഢമായി മാറുന്ന നമ്മുടെ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് കെഞ്ചി കേണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളുടെയും ഒബ്ജക്റ്റീവ്സ് എടുത്തു നോക്കും. അപ്പം നമ്മളെ മക്കളെ ഓരോ സ്ഥാപനത്തിലേക്ക് അയക്കാൻ പോകുമ്പോൾ അതിന്റെ വിഷൻ, മിഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നോക്കും, അല്ലെ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുടെയും വിഷൻ, മിഷൻ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും ടു ക്രിയേറ്റ് ലീഡേഴ്സ്, നേതാക്കളെ ഉണ്ടാക്കിയെടുക്കുക, നേതൃത്വ ശക്തിയുള്ള ആ കഴിവുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും, അത് അങ്ങ് കിടക്കുന്ന ലണ്ടനിൽ കിടക്കുന്ന ഓക്സ്ഫോർഡ് ആണെങ്കിലും ശരി, അല്ലെ? അങ്ങനെ ഏത് സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കൂടിയാണ്. നമ്മുടെ മക്കളെ നേതൃത്വ കഴിവുള്ള, നേതൃശക്തിയുള്ള ആളുകളാക്കി മാറ്റാൻ കഴിയണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ഇമാം, ഒരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ലീഡറിന് മുമ്പിൽ ഒരാളുണ്ടാവണം. അതാണ് യഥാർത്ഥത്തിൽ പാരന്റിങ്, അതാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ റോൾ എന്ന് പറയുന്നത്. ഏതർത്ഥത്തിലാണോ ഒരു കുട്ടി ജനിച്ചു വീഴുന്നത്, അല്ലെ? ഓരോ കുട്ടികളും ജനിച്ചു വീഴുന്നത് അൽ ഫിത്ര, അല്ലെ? അവരൊരു വളരെ പരിശുദ്ധമായ ഒരു ഫിത്രത്തിലാണ് ജനിച്ചു വീഴുന്നത്. അതിനുശേഷം അവരെ ജൂതനാക്കുന്നതും അവരെ ക്രിസ്ത്യാനിയാക്കുന്നതും അവരെ മജൂസിയാക്കുന്നതും ഒക്കെയും അവരുടെ മാതാപിതാക്കളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ തർബിയത്ത് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് അത് വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ വളരെ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ഞാനിവിടെ പറയാനുള്ളൊരു കാരണം, ആനുകാലികമായ എല്ലാ മാതാപിതാക്കളുടെയും ആ കുട്ടി എത്ര ചെറുതായിക്കൊള്ളട്ടെ, എത്ര വലുതായിക്കൊള്ളട്ടെ, അവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് എന്റെ കുട്ടി എന്റെ ദീനിൽ നിന്ന് പുറത്തു പോവോ, എന്റെ കുട്ടി ഇസ്ലാമിനെ മനസ്സിലാക്കാതെ പോയി കളയുമോ, എന്റെ കുട്ടി വഴിപിഴച്ചു പോകുമോ എന്ന് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആശങ്കകൾ സ്ഥിരമായി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചർച്ചകളിലും നമ്മളേതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പറയും, അല്ലെ, എന്റെ മക്കളെ ഈ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട്, അവർ നന്നായി വരുമെന്ന് വിചാരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ. ഒരു സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥനകളാണ് അള്ളാഹുവിനോട് പരമേൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ മക്കളെ അള്ളാഹുവെ നീ ദീനുൽ ഇസ്ലാമിൽ കൊണ്ട് നിർത്തണമേ, അല്ലെ, അവിടെ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള ഒരു നിലക്ക് നമ്മുടെ പ്രാർത്ഥനകളുണ്ട്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്നിടത്താണ് നമ്മുടെ ശ്രദ്ധയുണ്ടായിരിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശ്രദ്ധകൾ പലപ്പോഴും ഭൗതികമായ ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില ഘടകങ്ങളിലേക്ക് ചുരുങ്ങി പോകാറുണ്ട് പലപ്പോഴും. അവൻ ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകണം, അവൻ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണം, അവൻ ഏറ്റവും നല്ല കൂട്ടുകെട്ടുകൾ നൽകണം, അവൻ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നൽകണം, പാർപ്പിടം നൽകണം, ഇങ്ങനെ തുടങ്ങി അവനെ ഏറ്റവും നല്ല രീതിയിൽ ഭൗതികമായ എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി മറ്റൊരു ഭാഗം കൂടി ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും, അല്ലെ? നമ്മൾ ഏറ്റവും നല്ല സ്കൂളുകളും മദ്രസകളും കൊണ്ടുപോയി ചേർക്കും. അവിടെ വെച്ചിട്ട് ആ കുട്ടി നന്നായിട്ട് ഇൽമ് നേടും, അല്ലെ? കുറെ ഇൻഫോർമേഷൻ, കുറെ ഹദീസുകൾ പഠിക്കും,
ഖുർആനായത്തുകൾ പഠിക്കും. അങ്ങനെ പിന്നെ ആ ഒരു തരത്തിൽ അവരുടെ ജീവിതചര്യകൾ അതിലൂടെ നേരായി വരും, അല്ലെങ്കിൽ ഉത്തമരായി അവർ മാറി വരും എന്ന് നമ്മൾ വിചാരിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഭൗതികമായ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും മറന്നു പോകാറുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ലാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതി, അത് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നീ തീർച്ചയായിട്ടും നിന്റെ നഫ്സിനെ, അല്ലെ, പരലോകത്തെത്തി കഴിഞ്ഞാൽ നഫ്സി നഫ്സിയാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അപ്പോ നേരത്തെ തന്നെ അതിനു വേണ്ടി തയ്യാറെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഖൂ അൻഫുസകും വ അഹ്ലീകും, നിന്നെയും നിന്റെ കുടുംബത്തെയും. ഈ അഹ്ല് എന്ന് പറയുന്നതിൽ കുടുംബം, നമ്മുടെ റിലേഷൻഷിപ്പുകൾ, നമ്മുടെ പിന്നെ ചുറ്റുപാടുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ തുടങ്ങി വലിയൊരു ഗ്യാങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ഇതിന് ഓരോന്നിനും ലെയർ ഉണ്ട്. ആദ്യം ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ആലോചിക്കുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്നുള്ളത് തന്നെയാണ്. എന്റെ സ്വർഗം ഞാൻ ഉറപ്പുവരുത്തണം, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ പണിയെടുത്തേ പറ്റൂ, അതിന് വേറെ ആരും വരൂല. അല്ലെ, ഞാൻ തെറ്റ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം മറ്റൊരാൾക്കും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല, അത് ഏൽപ്പിക്കാൻ സാധിക്കുകയുമില്ല. എന്നാൽ അതിനപ്പുറത്ത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ നരകമോചനത്തിന്റെ ഉത്തരവാദിത്വവും ഈ പറഞ്ഞ ഓരോ ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ഇനി അതിനുള്ള മാർഗങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ചില സംഭവങ്ങൾ, അല്ലെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യാക്കൂബ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വസിയത്തായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരായിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം എന്നിവരൊക്കെ മക്കളെ വിളിച്ച് പറയുന്ന സംഗതിയാണ്. എന്താണ് പറയുന്നത്? യാ ബുനയ്യ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. യാ ബുനയ്യ, അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, യാ പ്രിയപ്പെട്ട മകനെ, യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ. ഒരു ഭയങ്കര സുന്ദരമായ ഒരു പ്രയോഗമാണ്. ഇന്നല്ലാഹ അസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. മുസ്തഫ, ആരാണ് മുസ്തഫ? സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെ, മുഹമ്മദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഫയാണ്, അള്ളാഹു തെരഞ്ഞെടുത്തതാണ് അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുപോലെ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദീൻ, ദീനുൽ ഇസ്ലാമിനെ എന്ന് മക്കളോട് വിളിച്ച് പറയാണ്. അതിന്റെ ഗൗരവവും അതിന്റെ സൗന്ദര്യവും ഒരേ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഈ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു സൗഭാഗ്യമുണ്ടല്ലോ, ഈ സൗഭാഗ്യം കളഞ്ഞു കുടിച്ചുകൊണ്ട് നിങ്ങൾ മരണക്കടയ്ക്കയിലേക്ക് പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിക്കരുത്. ഇതൊരു പ്രാർത്ഥനയല്ലേ? നമ്മൾ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയല്ലേ? ഞാൻ മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ സിന ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിന ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ മുസ്ലിം അല്ല. ഒരാൾ കള്ളനാണ്, അയാൾ കളവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കളവ് ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ കള്ളനാണ്, അയാൾ മുസ്ലിം അല്ല. ഇങ്ങനെ തുടങ്ങി എണ്ണി പറയുന്നുണ്ട് പല കാര്യങ്ങളും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അള്ളാഹുവിന്റെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നിമിഷത്തിലാണ് നമ്മുടെ മരണം വന്നെത്തുന്നതെങ്കിൽ
ഈ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി വായിച്ചു നോക്ക്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറയുമ്പോൾ ആ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്തെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യവുമില്ല, ഒരു സമയനിശ്ചയവുമില്ല. ഏത് സമയത്തും വരാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയുടെ നടുക്ക് വെച്ച് എന്നെ പിടിക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുന്നതിനെ കുറിച്ചല്ല, മുസ്ലിം അല്ലാതെ ഞാൻ മരിക്കുന്നു എന്നുള്ള ഒരു ഭയം, എന്നുള്ള ഓർമ്മ നമുക്ക് ആ ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ഈ പ്രാർത്ഥനയാണ്, ഈ ഒരു ഉപദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാം ഒക്കെയും ഈ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ പറയുന്നത് ഈ മരണക്കിടക്കയിൽ പറയുന്ന ഒരു സംഗതിയല്ല. മരിക്കാൻ കിടക്കുമ്പോൾ മാത്രം ഓതിക്കൊടുക്കുന്ന യാസീൻ പോലെയല്ല. നിരന്തരമായി യാസീൻ ഓതുന്ന പോലെ, നിരന്തരമായി ഇതിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇത് ഒരു ആണിക്കല്ലായിക്കൊണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ ആങ്കർ ആയിക്കൊണ്ട് ഇത്തരം ഉത്ബോധനങ്ങൾ, ഇത്തരം ഓർമ്മകൾ, ഇത്തരം ദിക്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആയത്തുകളിലൂടെ, ഈ പറയുന്ന ചരിത്ര സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇനി ഞാൻ വരുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ അർത്ഥത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞ ആയത്തിലും പറഞ്ഞു യാ ബുനയ്യ. അതുപോലെ വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ, അല്ലയോ പ്രിയപ്പെട്ട മകനെ, അല്ലയോ പ്രിയപ്പെട്ട മകനെ. നമ്മൾ ആലോചിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം പിതാവിനോട് പറയുന്ന സന്ദർഭം യാ അബതി, എന്റെ പുന്നാര ഉപ്പ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ധിക്കരിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ബിംബങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന പിതാവിന്റെ അടുത്ത് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്ന വർത്തമാനമുണ്ട് യാ അബതി. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളമാണ് ഈ തരത്തിലുള്ള ഇതൊരു സമീപനമാണ്, ഇതൊരു വിളിയല്ല, ഇതൊരു സമീപനമാണ്. യാ അബതി എന്നുള്ളത് ഒരു സമീപനമാണ്, യാ ബുനയ്യ എന്നുള്ളത് ഒരു സമീപനമാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ വീടിന്റെ അകത്തളം ഇത് നിർബന്ധമായിട്ടും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പീഡകമായിരിക്കണം എന്നുള്ളതാണ് ഇതിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് നിരന്തരമായിരിക്കണം. ആ മരണക്കിടക്കയിൽ പറയേണ്ട ഒരു സംഗതി ആയിട്ടല്ല പറയുന്നത്. ഇത് നിരന്തരമായ ഒരു വിളിയാളമായിരിക്കണം, ഇത് നിരന്തരമായ ദിക്റായിരിക്കണം. ഈ ദിക്റിന് സ്നേഹത്തിന്റെയും ഊഷ്മളതയുടെയും കാരുണ്യത്തിന്റെയും ലാഞ്ചനയുണ്ടായിരിക്കണം. അതുണ്ടാകുമ്പോഴാണ് ഈ കുടുംബം എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മളെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس أوصيكم ثانيا بتقوى الله
ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ നല്ലതായ ക്യാരക്ടർ, സ്വഭാവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയെക്കുറിച്ച്, വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ അതിനോട് ഇടപെടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു, അൽ അഖ്റബൂന ഔലാ ബിൽ മഅറൂഫ്. ഇത് പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കാറുള്ള സംഗതിയാണ്. എന്നെക്കുറിച്ച് സമൂഹത്തിൽ വലിയ മതിപ്പാണ്. സമൂഹത്തിൽ എല്ലാ ആൾക്കാർക്കും ഇയാൾ വലിയൊരാളാണ്, വലിയൊരു ദീനിയായ ഒരാളാണ്, അയാൾ പ്രസംഗിക്കാനൊക്കെ പോകുന്ന ആളാണ്, ഷെയ്ഖാണ്, വലിയ ആൾക്കാരാണ് എന്നൊക്കെയുള്ള വലിയ വലിയ സ്വഭാവ ഗുണങ്ങൾ എണ്ണപ്പെടുന്ന കൂട്ടങ്ങളിൽ പലപ്പോഴും നമ്മളൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ വീടകത്തിനുള്ളിൽ നിനക്കുള്ള അഭിപ്രായം എന്താണ്? പൊതുജനത്തിനോട് വളരെ സൗമ്യമായി പുഞ്ചിരിയോടുകൂടി എല്ലാ പ്രയാസങ്ങളും, അവരുടെ എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന, അതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന, അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിട്ട് നമ്മൾ നടക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് നൽകുന്ന പരിഗണനകൾ, അവരോടുള്ള പുഞ്ചിരി, അവരോടുള്ള കരുണ, ഇതാണ് യഥാർത്ഥത്തിൽ, അവരാണ് യഥാർത്ഥത്തിൽ നിന്റെ നല്ല സ്വഭാവങ്ങളുടെ, നിന്റെ നല്ല സ്വഭാവ ഗുണങ്ങളുടെ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ നിന്റെ വീടിനുള്ളിലാണുള്ളത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഉപദേശം, ഈ ഒരു സന്ദർഭം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അടുക്കുവാനുള്ള, നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച്, നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, നമ്മുടെ സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള പുനർവിചിന്തനത്തിനുള്ള സമയമായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അർത്ഥത്തിൽ നമ്മുടെ സ്വഭാവചര്യകളെ മാറ്റിയെടുക്കുവാൻ, അള്ളാഹുവിന്റെ മാർഗത്തിനോട് കൂടുതൽ അടുത്തു വരുന്ന സ്വഭാവചര്യകളിലേക്ക് നമ്മെല്ലാവരെയും കൊണ്ടുവരുവാൻ നമ്മൾ സ്വയം പ്രയത്നിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇമാമുകളാക്കി നമ്മുടെ മക്കളെ കൊണ്ടുവരണമെങ്കിൽ ആ ഇമാമായിട്ട് ഞാൻ അവരുടെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ള ഓർമ്മ നമ്മളെല്ലാവരും ഉണ്ടാവട്ടെ. അങ്ങനെ സ്വന്തം ഇമാമുകളായി മാറിക്കൊണ്ട് നമ്മുടെ മക്കളെ ഇമാമുകളാക്കി മാറ്റുവാൻ, ദീനുൽ ഇസ്ലാമിനുള്ള ഇമാമുകളാക്കി മാറ്റുവാനുള്ള സന്ദർഭം, അതിനുള്ള കഴിവ്, അതിനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واجعلنا للمتقين إماما واجعلنا للمتقين إماما. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر الإسلام والمسلمين، اللهم انصر الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم ربنا أعز الإسلام بالمسلمين، اللهم أعز الإسلام بنا وأعزنا بالإسلام يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. اللهم اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. اللهم اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه وسلم سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقم الصلاة.